ആക്ടർ ബാല വീണ്ടും ന്യൂസിൽ ഇടം പിടിച്ചു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഭാര്യ ഒരു കേസ് കൊടുക്കുകയുണ്ടായി. ഇവർക്ക് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ മകൾക്ക് കിട്ടേണ്ടിയിരുന്ന പൈസ അതും ആക്ടർ ബാല പിൻവലിച്ചു. അതുപോലെ തന്നെ ഇൻഷുറൻസിലും മറ്റ് രേഖകളിലൊക്കെ എന്തൊക്കെയോ തിരിമറി കാട്ടിയിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചാണ് ആദ്യത്തെ ഭാര്യ ഇങ്ങനെ കേസ് കൊടുത്തിട്ടുള്ളത്, ഈ പുള്ളിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യയെന്ന് ഒഫീഷ്യലി അവർക്ക് ഡോക്ടർ എലിസബത്ത് ഉദയൻ അവർക്കത് ഒഫീഷ്യലി രണ്ടാമത്തെ ഭാര്യയാണെന്ന് ക്ലെയിം ചെയ്യാനും പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടർ ബാല ഒരിക്കലും അവരെ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അവരുടെ വിവാഹം. അതുപോലെ തന്നെ അവർ നേരിട്ട കുറേ ദുരിതങ്ങളെക്കുറിച്ച് ഈ ആക്ടർ കാരണം നേരിടേണ്ടി വന്ന പല കാര്യങ്ങളും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഇവരുടെ കിടപ്പറ വീഡിയോസൊക്കെ പുറത്തു വിടും എന്നൊക്കെ ആക്ടർ ഭീഷണിപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാനസികമായി പീഡിപ്പിക്കുന്നതും അതുപോലെ മറ്റു പെൺകുട്ടികളെ വഞ്ചിച്ചതും എല്ലാ കാര്യങ്ങളും എലിസബത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരൊന്നും ഒരു കാര്യവും വെളിപ്പെടുത്താതെ പബ്ലിക്കലി പറയാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ നെഗറ്റീവ് കമൻറ്റ്സ് അവരുടെ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് ഇടുന്നുണ്ട്. അതായത് ഈ ആക്ടറിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഇവർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവരും ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടി വരുന്നത്, പല കാര്യങ്ങളും പബ്ലിക്കായി പറയേണ്ടി വരുന്നത്. അങ്ങനെ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നാലും അവരുടെ ഏത് വീഡിയോസിൻ്റെ അടിയിലും ആക്ടറിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കമൻറ്റും ഇവർക്കെതിരെ കുറേ നെഗറ്റീവ് കമൻസും വരാറുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അല്ലാതെ അവർ കാര്യമായിട്ടൊന്നും ആക്ടറിനെതിരെ സംസാരിക്കാതെ അവരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കിടപ്പറ വീഡിയോസൊക്കെ പുറത്ത് വിടുന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആക്ടർ ബാല എന്നാണ് എലിസബത്ത് ഉദയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും ആക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും ഇങ്ങനത്തെ ഏത് ന്യൂസ് ലിങ്കിൻ്റെ അടിയിലും ആക്ടർ ബാലയെക്കുറിച്ച് വരുന്ന ന്യൂസിൻ്റെ അടിയിലൊക്കെ കമൻറ്റുകൾ അമൃത സുരേഷിനും ഡോക്ടർ എലിസബത്തിനും എതിരെയാണ്. അവർക്കെതിരെയാണ് ഭൂരിഭാഗം കമൻറ്റുകളും വരുന്നത്. ആക്ടറിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഈ പബ്ലിക്, ഈ സാധാരണക്കാരായ നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഈ സമൂഹം ശരിക്കും ഇങ്ങനെ സ്ത്രീകൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അവരെയാണ് സപ്പോർട്ട് ചെയ്യുക. നോർമലി എല്ലാവരും അവരെയാണ് സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, ആക്ടറിനാണ് കൂടുതൽ സപ്പോർട്ടും കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളിലും ഈ ആക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് കാര്യത്തിനാണെങ്കിലും രണ്ട് രീതിയിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. രണ്ട് പേരെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും.